ഹായ്, വെൽക്കം ടു കെയർ ഫുഡ് ആൻഡ് ട്രാവൽ. നിങ്ങൾക്കൊപ്പം ഞാൻ ബിന്ദു. ഇന്ന് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തി തരുന്നത് ഒരു വഴുതനങ്ങ കറിയാണ്. വഴുതനങ്ങ കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: വഴുതനങ്ങ, 3 വഴുതനങ്ങ, 1 തക്കാളി, 2 സവോള, അരമുറി തേങ്ങ, പിന്നെ കടുക്, മുളക് പൊടി, വെളുത്തുള്ളി, ഇഞ്ചി, മഞ്ഞൾപ്പൊടി, ഉലുവ, ഉഴുന്ന്, പുളി, പിഴിപുളി, ഉപ്പ് ആവശ്യത്തിന്. നമുക്ക് താളിക്കാനായിട്ട് ചെറിയ ഉള്ളി, കറിവേപ്പില, വറ്റൽമുളക്, വെള്ളം ആവശ്യത്തിന്, എണ്ണ. നമുക്ക് വഴുതനങ്ങ കറി തയ്യാറാക്കാം. അതിൽ ആദ്യം നമുക്ക് ഈ വഴുതനങ്ങ എടുത്തിട്ട് ഇങ്ങനെ 4ആയിട്ട് കീറാം. കീറിയിട്ട് വിട്ടു പോകത്തക്ക രീതിയിൽ കീറിയെടുക്കും. വഴുതനങ്ങ കറിക്ക് ഞാൻ വഴുതനങ്ങ മൊത്തം മുറിച്ചിട്ടില്ല, ഇങ്ങനെ ഈ ഒരു പോർഷനെല്ലാം മുറിച്ചിട്ടുള്ളത്. ഇങ്ങനെ പൂ പോലെ ഇരിക്കുന്നു, ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ടില്ല. ഈ വഴുതനങ്ങ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലോട്ടൊന്ന് വാട്ടിയെടുക്കാം. അതായത് ഞാൻ സ്റ്റൗ ഓൺ ചെയ്യും. ഞാൻ ഈ പാനിലേക്ക് കുറച്ച് എണ്ണ, ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചൂടായിട്ട് ഈ വഴുതനങ്ങ അതിലോട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇപ്പോൾ വഴുതനങ്ങ നമ്മൾ ഈ എണ്ണയിലോട്ടൊന്ന് ജസ്റ്റ് വാട്ടാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഓരോ സൈഡ് വാടി വരുമ്പോൾ തിരിച്ച് ഇങ്ങനെ കറക്കി ഇട്ട് കൊടുക്കണം. ഇതിൽ എല്ലാ സൈഡും ഒന്ന് വാടി കൊടുക്കണം. അല്ലാതെ ഇത് നമ്മൾ നന്നായിട്ട് എണ്ണയിൽ മുക്കി വറുക്കുന്നില്ല. ജസ്റ്റ് തുള്ളി എണ്ണ എടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കുന്നത്. വഴുതനങ്ങ കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് നോക്കണം, ഇതിനകത്ത് സാധനങ്ങളുണ്ടോ എന്ന്. കാരണം ഇതിനകത്ത് മൊത്തം പുഴുക്കളും അത് ഇതാണ് കിട്ടുന്നത്. നന്നായിട്ട് നോക്കിയിട്ട് വേണം. ഇതിലേക്ക് കറിക്കകത്ത് പുഴുവിന് കിട്ടും. നമ്മൾ വഴുതനങ്ങ വാടി കിട്ടിയിട്ടുണ്ട്. ഇതൊന്നും ഉണ്ടാക്കിയെടുക്കാതിരിക്കാം. അപ്പം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അധികം എണ്ണയും വേണ്ട. നമുക്ക് ഈ വഴുതനങ്ങ വാട്ടിയെടുക്കാനായിട്ട് ഞാൻ 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ആ എണ്ണ തന്നെ അതിൽ കിടപ്പുണ്ട്. ആ എണ്ണയിൽ നമുക്ക് നമ്മുടെ സവോളയും കുറച്ച് ഇഞ്ചി എന്ന് പറയുന്നത് 1 ടീസ്പൂൺ ഇഞ്ചി, 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇതൊന്ന് വഴറ്റി വെക്കണം. ഈ നന്നായിട്ട് കുറച്ച് കൊടുക്കണം. കാരണം ഇതിൽ ഞാൻ വേറെ എണ്ണ ഒഴിച്ചിട്ടില്ല. ആ എണ്ണയിലാണ് ഈ 2 സവോള വഴറ്റിയെടുക്കുന്നത്. ഒരുപാട് മൂക്കണ്ട, ജസ്റ്റ് പച്ചമണം ഒന്ന് മാറിയുന്നു. ഈ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും വഴറ്റാനിട്ടുണ്ട്. അതിലേക്ക് 1 പിഞ്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് ചെറിയ തീയിൽ നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് സവോള ഒന്ന് മെൽറ്റായിട്ട് സോഫ്റ്റായിട്ട്. സവോള ഒന്ന് ജസ്റ്റ് വഴണ്ടിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1 തക്കാളി, അരമുറി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം 3 വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് അരമുറി തേങ്ങ. കൂട്ടിലേക്ക് തന്നെ നമുക്ക് 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 ടീസ്പൂൺ മുളക് പൊടി. ഞാനിപ്പോൾ സവോള ഇട്ട് വഴറ്റിയ കൂട്ടിലേക്കാണ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, തേങ്ങയും തക്കാളിയും കഴിച്ച് നന്നായിട്ട് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഞാൻ നന്നായിട്ട് വറുത്തെടുത്ത് തരും. നമ്മൾ കൈ മാറ്റാതെ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കാരണം ഹൈ ഫ്ലെയിമിലാണ് കിട്ടുന്നത്, ചെറിയ തീയിലല്ല. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് തണുക്കാൻ വച്ചതിന് ശേഷം നമുക്കിത് മിക്സിയിലേക്ക് കുറച്ച് ഒരു ചെറിയ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി ഇട്ടിട്ട് നമുക്കിത് അരച്ചെടുക്കാം. നമുക്ക് നേരത്തെ ഞാൻ തയ്യാറാക്കിയെടുത്ത കൂട്ട് ഞാൻ മിക്സിയിലിട്ട് അരച്ചിട്ടുണ്ട്. നമുക്ക് ഈ പാനിലേക്ക് ഞാനിത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. വഴുതനങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ കിടന്നിട്ട് ഈ വഴുതനങ്ങ ഒരു 5 മിനിറ്റ് ഒന്ന് വേഗം. ഞാൻ നേരത്തെ വേവിച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ നോക്കണം കറിക്ക് ആവശ്യത്തിന് ഈ ഗ്രേവിക്ക് ഉപ്പുണ്ട്. അതായത് ഉപ്പെല്ലാം ചേർത്തിട്ടുള്ള എല്ലാ ഉപ്പും എരിവ് എല്ലാം ഈ വഴുതനങ്ങയിൽ പിടിക്കും. അപ്പോൾ ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കാം. മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. തീ ഒന്ന് കുറച്ചിട്ട് നമുക്ക് കറി അടുപ്പിൽ നിന്ന് മാറ്റാം.
നമ്മൾ വഴുതനങ്ങ കറി താളിക്കാനായിട്ട് വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുകിട്ട് വെക്കും. കടുക് പൊട്ടിയതിന് ശേഷം ഉലുവ ഇടണം. പൊട്ടിത്തിറങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ തന്നെ ഇടണം. നമുക്ക് ഈ കൂട്ടിലേക്ക് 2 ടീസ്പൂൺ ഉഴുന്ന്, 3 വറ്റൽമുളക്, കുറച്ച് ചുവന്നുള്ളിയും കറിവേപ്പില. നമ്മൾ കടുക് തളിക്കുമ്പോൾ സാധാരണ എല്ലാ കറിക്കും കുറച്ച് മുളക് പൊടിയൊക്കെ ഇത് ചേർക്കാറുണ്ട്. ഈ കറിക്ക് അതിൻ്റെ ആവശ്യമില്ല, മുളക് പൊടിയൊന്നും ചേർക്കാറില്ല. വെറും ചെറിയ ഉള്ളിയും കടുക്, ഉലുവ, ഉഴുന്ന്, ചുവന്ന മുളക് ചേർത്തൊന്ന് മൂപ്പിച്ച് ഈ കറി റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കൂട്ടിലേക്ക് താളിച്ച് വെച്ച് ഇതെല്ലാം ചേർക്കാം. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ കറി കുറച്ച് തണുത്തതിന് ശേഷം മാത്രം കഴിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഈ ബ്രിഞ്ചോളിനകത്ത് നമ്മൾ ചേർത്തിട്ടുള്ള എരിവ്, പുളി എല്ലാം കുറച്ച് കഴിയണം ഒന്ന് പിടിച്ച് വരാനായിട്ട്. നല്ല ചൂട് ചോറിൻ്റെ സൂപ്പറായിരിക്കും ബ്രിഞ്ചോൾ കറി. മുമ്പ് കാലമോ അപ്പം അതിന് വേണ്ടി ഉണ്ടാക്കിയ സ്പെഷ്യൽ കറി. ഞാനുണ്ടാക്കിയ ബ്രിഞ്ചോൾ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയൊരു പുതിയ റെസിപ്പിയായിട്ട് നിങ്ങൾക്ക് വീണ്ടും കാണാം.